നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഷൈനിയുടെ ഭർത്താവ് നോബിക്ക് ജാമ്യം കിട്ടി. നോബി ഷൈനിയെ വിവാഹം കഴിക്കാൻ കാരണമായ കുറേ സംഭവങ്ങൾ ഇത് ആണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോണിയാണ് എന്നോടൊപ്പം ഉള്ളത്. എന്തായിരുന്നു ഷൈനിയോട് ഇത്ര ദേഷ്യം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ കമന്റുകളിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ആൻസർ നമ്മുടെ കയ്യിലുണ്ടല്ലോ സോണി. തീർച്ചയായിട്ടും ഷൈനിയോടുള്ള വിരോധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തുള്ള അഭിപ്രായം. അപ്പം അതിന് മുമ്പേ നമുക്ക് നോബിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. ജാമ്യം കിട്ടാൻ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ബോബി അച്ഛനാണ്. എവിടെ നിന്നോ ഇദ്ദേഹത്തിൻ്റെ സഭയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായി പോലീസും അതേപോലെ തന്നെ സർക്കാർ വക്കീലും ഒക്കെ ഇതിന് സൈഡ് ചെയ്ത് ജാമ്യം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയായിരുന്നു. കാരണം അങ്ങനെ കളിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണ് ബോബി. സഭയുടെ പിന്തുണ ധാരാളമുണ്ട് എന്ന് നമുക്ക് അറിയാം. കാരണം സഭ ഇപ്പോഴും അദ്ദേഹം എവിടെയാണ് എന്ന് പോലും പറയുന്നില്ല. സഭ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അതുകൂടാതെ ഇദ്ദേഹത്തിനെ പുറത്താക്കിയാൽ സഭയിലെ പല അച്ഛന്മാരുടെയും ക്രൂരകൃത്യങ്ങൾ ഈ ബോബി അച്ഛൻ പുറത്ത് വിളിച്ചു പറയും. അതുകൊണ്ട് തന്നെ സഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സഭയെ കുരങ്ങ് കളിപ്പിക്കുന്നത് പോലെ കളിപ്പിക്കാനും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടായാലും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് കഴിയും. കോടതി വിധി കൽപ്പിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. ഗവൺമെന്റ് വക്കീല് എതിർപ്പ് പ്രകടിപ്പിക്കുകയും കൊടുക്കരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടെ കോടതിയെ ബോധിപ്പിക്കാനും കഴിഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും വേഗമായി പറഞ്ഞാൽ അത് കോടതി നിലനിൽക്കില്ല. അതിന് നമ്മൾ കോടതിയെ പഴിക്കുക, നിയമത്തെ പഴിക്കുക, നമ്മുടെ നിയമം ഇങ്ങനെ ആയിപ്പോയി, നമ്മുടെ കോടതി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നതല്ല ശരി. സംഭവിച്ചത് അവരുടെ ഉദാസീനതയാണ് ഈ ആള് പുറത്തേക്ക് വന്നത്. ഇനി അതിന്റെ പിന്നാലെ പോയി അദ്ദേഹത്തിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുര്യാക്കോസ് എത്രമാത്രം ഓടും എന്നും പറയാൻ പറ്റില്ല. കാരണം കുര്യാക്കോസ് സ്വന്തം മകളെയും കൊച്ചുമക്കളെയും നോക്കാനുള്ള അവരവിടെ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നത് കഴിച്ച് അവർ ആ മുറിയിലോ എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോട്ടെ എന്ന് പോലും വെക്കാൻ കഴിയാത്ത ഒരാള് ഈ കേസിന്റെ പിന്നാലെ ഓടും എന്നും വിശ്വസിക്കാൻ പറ്റുമോ സോണി? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ കിട്ടിയ ഒരു കമന്റ് നമ്മൾ കണ്ടിരുന്നു. പെൺകുട്ടി ജനിച്ചു പോയാൽ അവരോട് ഒരു വല്ലാത്തൊരു മനോഭാവം കാണിക്കുന്ന നാർസിസ്റ്റായ ഒരു അപ്പനായിരുന്നു കുര്യാക്കോസ് എന്നായിരുന്നു ഒരാൾ നമ്മളോട് നൽകിയ പ്രതികരണം. അറിയാമല്ലോ. അതെ, അദ്ദേഹത്തെ കൂടുതൽ അറിയാവുന്ന ആൾ തന്നെയാണ് പറയുന്നത്. കാരണം ഇത്ര വലിയ ദുശ്ശാഠ്യക്കാരനാണ്. ആ പെൺകുട്ടികൾ ജനിച്ചത് വലിയ മഹാഭാവമായി പോയി എന്ന് കരുതുന്ന ഒരാളാണ് എന്നാണ്. അപ്പോൾ അവരെ കല്യാണം കഴിച്ച് അയച്ചാണ്ട് വീണ്ടും അവർ വന്നിവിടെ നിൽക്കുന്നു. അവരുടെ ജോലി കളയാനുള്ള കാരണവും ഇത് തന്നെ ആയിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ജോലി കൊടുത്ത ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാൽ ഈ ഷൈനി ഈ വീട്ടിൽ തന്നെ ഉറച്ചു പോകും, കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ വളർന്നു പോകും, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിന് ഇതൊന്നും വയ്യ, നിങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. അതുകൊണ്ട് ഷൈനിയുടെ ജോലി അങ്ങ് കളഞ്ഞാൽ ഷൈനി തിരിച്ചു പോവുകയോ ഷൈനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുകയോ ചെയ്തോളും എന്ന് കരുതിയിട്ട് തന്നെയാണ് മനഃപൂർവ്വം ആ കേസ് കൊടുക്കുകയായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വസ്ഥമായ ഇരിപ്പെല്ലാം മതിയാക്കിയിട്ട് ഹൈക്കോടതിയിലൊക്കെ പോയി കേസ് കൊടുത്ത് നോബിയുടെ ജാമ്യം ക്യാൻസൽ ചെയ്യുന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഇപ്പോൾ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് സോണി ഇതിന് പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ടില്ലേ? ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ ഇപ്പോൾ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഷൈനിയെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഷൈനിയുടെ 2 പെൺമക്കളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത് അദ്ദേഹം സ്വന്തം ഷൈനിയുടെ സഹോദരി ഭർത്താവിനെ ഉപയോഗിച്ചുകൊണ്ട് ഷൈനിയുടെ ബോഡിക്ക് വില പറഞ്ഞു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ കേട്ടിരുന്നു. കാരണം അവിടെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി ഇത്ര രൂപ ഇവിടെ കൊണ്ട് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതായ ഒരു വാർത്തയുണ്ട്. ഇപ്പൊ തന്നെ നോബിയെ പറ്റി തന്നെ പുറത്തു വരുന്ന കുറച്ച് വാർത്തകളുണ്ട്. അപ്പൊ അതായത് പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, നോബി വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി സമയത്ത് പിന്മാറി. കാരണം അത് ഒരു ഭാഗ്യവതി ആയിരുന്നത് കൊണ്ട് തന്നെ ഇവന്റെ തലയിൽ നിന്ന് വീഴാതെ ദൈവം അവളെ കാത്തു. അവൾ അതുകൊണ്ട് പിന്മാറിയപ്പോൾ വിവാഹത്തിന് വേണ്ടി എല്ലാ ആൾക്കാരെയും വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വിവാഹം ബന്ധം ഉഴപ്പുന്നത്. പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കിട്ടിയതാണ് കുര്യാക്കോസിന്റെ മകൾ ഷൈനിയെ. ആ നിശ്ചയിച്ച കല്യാണ ദിവസം തന്നെ ഷൈനിയുമായിട്ടുള്ള വിവാഹം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഷൈനി ആ വീട്ടിലെത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക അന്തരങ്ങൾ ഇപ്പൊ നമുക്ക് കൃത്യമായി മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് അർഹതപ്പെട്ടതൊക്കെ കിട്ടിയില്ല, കുറച്ചുകൂടെ സമ്പത്തുള്ള പെൺകുട്ടിയെ കിട്ടുമായിരുന്നു എന്നൊക്കെയുള്ള വ്യാമോഹം അങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന അതാണ് ദേഷ്യമായിട്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഈ നോബിയും എല്ലാം ഷൈനിയുടെ നേരെ എടുത്തത്. അതാണ് ആ പെൺകുട്ടിയും അവരുടെ 2 മക്കളും ട്രെയിനിന് മുന്നിൽ ചാടാൻ ഇടയായത്. അതായത് ഈ വിവാഹം അന്ന് നടന്നിരുന്നെങ്കിൽ വേറൊരു കുട്ടിയായിരുന്നു ഇന്ന് ട്രെയിനിന് മുന്നിൽ ചാടേണ്ടിയിരുന്നത്. ഇപ്പോൾ അത് ഷൈനിയായി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേ സോണിയ? അല്ല, വിവാഹം മാറിപ്പോയ പെൺകുട്ടിയുടെ അത്രയും
സൗന്ദര്യം ഷൈനിക്ക് ഇല്ലായിരുന്നു. അത് ഇവന്റെ ഉള്ളിൽ, നോബിയുടെ ഉള്ളിൽ എന്നും ഒരു ഇഷ്ടക്കേട് തന്നെയായിരുന്നു. അന്ന് മുതലേ ഷൈനിയെ വെറുത്തുകൊണ്ട് തന്നെയാണ് ഈ കുടുംബജീവിതം നയിച്ചതെന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിക്കും. അതും പറയുന്നുണ്ട്. ഷൈനിയെക്കാട്ടിൽ സുന്ദരിയായിരുന്നു, ആദ്യം വിവാഹം കഴിച്ചത് ധനാഢ്യയായിരുന്നു. അപ്പോൾ അങ്ങനെ സമ്പത്തും ഒക്കെ ധാരാളം പണം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഫർ നിലനിൽക്കുമ്പോൾ ബേബിച്ചായന് ആ ദിവസം മോന്റെ കല്യാണം നടക്കാതെ പോകണ്ട എന്ന് കരുതി പെട്ടെന്ന് തപ്പിപ്പിടിച്ച് എടുത്തത് കൊണ്ട് അവർക്ക് വേണ്ട സമ്പത്തൊന്നും ചോദിച്ചു വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. പണമുള്ള വീട്ടിൽ പോയി ഒരു കല്യാണം ആലോചിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് സംഭവിച്ചത്. അവർക്ക് പറ്റിയ ഈ അബദ്ധത്തിന് ബലിയാടായ ഷൈനിയും അവരുടെ 2 പിഞ്ച് കുഞ്ഞുങ്ങളുമായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല വൽമോഹർ സാറേ, നമ്മൾ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നോബിയും എക്സ് സെമിനാരി. കാരണം ഈ ബോബി അച്ഛനെ പോലെ തന്നെ അച്ഛൻ സെമിനാരി പൂർണ്ണമായിട്ട് പഠിച്ച അച്ഛനായ വൈദികനായിട്ട് പുറത്തു വന്നു. നോബി അതുപോലെ തന്നെ വൈദികനായ പഠിച്ച വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഇട്ടേച്ച് തിരിച്ചു വന്നിട്ട് വിവാഹത്തിലേക്ക് കടന്നത്. അപ്പൊ അങ്ങനെ ഒരു വിവാഹം ഒരു വീട്ടുകാരുമായിട്ട് ബന്ധം ആലോചിച്ചു ഉറപ്പിച്ചതാണ്. ഈ കുടുംബത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് ആ വീട്ടുകാർ ഈ ബന്ധം ഉപേക്ഷിച്ച് മാറിപ്പോയി. നാട്ടുകാരുടെ മോശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എടുപിടിയിൽ ഷൈനിയെ ഒപ്പിച്ചു കൂട്ടി വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.